ഈ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത് ഡെമോ ഓൺ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇലക്ട്രോണിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എഞ്ചിനീയറിംഗ് ബിടെക് ഡിപ്ലോമ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ചെറിയ സർക്യൂട്ട് ഐഡിയാസ്, നമ്മൾ എങ്ങനെയാണ് ഈ സർക്യൂട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് പ്രോപ്പർലി എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച് ഒക്കെ പഠിച്ചവർക്ക് ഇതെങ്ങനെയാണ് ഒരു LDR ഉപയോഗിച്ചിട്ട് സർക്യൂട്ട് ഐഡിയാസ് നമുക്ക് ഇത് ആർക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു LDRും ഒരു റെസിസ്റ്ററും സീരീസ് ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ഇട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് ആ റെസിസ്റ്റേഴ്സിനൊക്കെ അക്രോസ് ഉള്ള വോൾട്ടേജ് വ്യത്യാസപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ വോൾട്ടേജ് വ്യത്യാസപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ലൈറ്റ്, ഇവിടെ ലൈറ്റ് ഫോളോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടെ ലൈറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ LDRൽ ലൈറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ LDRലൂടെയുള്ള കറണ്ട് കൂടുകയും LDRന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കുറയുകയും ചെയ്യും. അങ്ങനെ LDRന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്, ബിക്കോസ് ഇവിടെ വിട്ടിട്ടുള്ള റെസിസ്റ്റൻസ് ഫിക്സ്ഡ് ആണ്, അല്ലെങ്കിൽ പ്രീ ഫിക്സ്ഡ് ആക്കി വെച്ചിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ LDRന്റെ വാല്യൂ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് വ്യത്യാസപ്പെടും. സ്വാഭാവികമായിട്ടും ഈ റെസിസ്റ്ററിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് വ്യത്യാസപ്പെടും. അപ്പൊ LDRൽ നല്ല ഇന്റൻസിറ്റിയിൽ ലൈറ്റ് ഫോളോ ചെയ്തുകൊണ്ട്, ഡേ ടൈമിൽ നല്ല ഇന്റൻസിറ്റിയിൽ ലൈറ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഈ റെസിസ്റ്ററിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. ഒരു NPN ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ച് നമ്മൾ വേറെ ക്ലാസ്സിൽ പറയുന്നതാണ്. ഒരു NPN ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബേസ് അപ്രോക്സിമേറ്റ്ലി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0യിലേക്കാണ് നിൽക്കുന്നത് എങ്കിൽ അതിലുള്ള ബേസ് കറണ്ട് വെരി ലോ ആയിരിക്കും. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഈ സ്വിച്ച് ഓൺ ആവില്ല. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ ഈ സ്വിച്ച് ഓൺ ആവില്ല. അങ്ങനെ ഈ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ ഇതിനെ അക്രോസ് ഉള്ള വോൾട്ടേജ്, ട്രാൻസിസ്റ്റർ എന്നുള്ള സ്വിച്ചിനെ അക്രോസ് ഉള്ള വോൾട്ടേജ്, ഇത് ഇവിടെ എന്തായിരിക്കും, ഇതിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് കൂടുതലായിരിക്കും. ബിക്കോസ് ദ റെസിസ്റ്റൻസ് ഓഫ് ഇൻ ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ വിൽ ബി ഹൈ. ആ റെസിസ്റ്റൻസ് കമ്പയർ ടു ദിസ് 5.6 കിലോ, ആ 5.6 കിലോമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ വാല്യൂ കൂടുതലായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കില്ല, ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ബിക്കോസ് ഇവിടുന്ന് വരുന്ന കറണ്ട്, മോസ്റ്റ് കറണ്ടും ഇതിലൂടെ ഫ്ലോ ചെയ്യും, ഇതിലൂടെ വരില്ല. അങ്ങനെ വരാത്തത് കൊണ്ട് ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. അങ്ങനെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും, ഈ ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ എമിറ്റർ എന്ന് പറയുന്ന ഈ ലെറ്റസ് ഒരു എക്സ്പ്ലനേഷന് വേണ്ടി പറയാം, ഇത് ഒരു സ്വിച്ച് ആണ്. ആ സ്വിച്ച് ഓൺ ആവും, ബിക്കോസ് ബേസിൽ കറണ്ട് കിട്ടുന്നു. അങ്ങനെ ബേസിൽ കറണ്ട് കിട്ടുമ്പോൾ ഈ സ്വിച്ച് ഓൺ ആവുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഡെമോ ആയിട്ട് കണക്ട് ചെയ്ത്, ഇത് സ്റ്റാൻഡ്സ് ഫോർ ആക്ച്വലി സ്ട്രീറ്റ് ലൈറ്റിലെ ലൈറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ലൈറ്റ് ഈ സ്വിച്ച് ഓൺ ആയതുകൊണ്ട് തന്നെ ഈ LED ഇവിടെ കത്തും. കാരണം നമ്മളിവിടെ 10 വോൾട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ 10 വോൾട്ട് ഈ 1 കിലോ ഓം പ്രൊട്ടക്ഷൻ റെസിസ്റ്റൻസ് വഴി LEDയിലൂടെ കറണ്ട് ട്രാൻസിസ്റ്ററിന്റെ കളക്ടർ എമിറ്റർ വഴി ഇവിടെ ഗ്രൗണ്ടിലേക്ക്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. എന്തുകൊണ്ട്, ട്രാൻസിസ്റ്റർ കളക്ടർ എമിറ്റർ ജംഗ്ഷൻ അല്ലെങ്കിൽ കളക്ടർ എമിറ്റർ പോർഷൻ ഓൺ ആവുന്നു. അങ്ങനെ ഓൺ ആയി കഴിഞ്ഞാൽ ഇതിലൂടെ ഈ LED കത്താൻ ആവശ്യമായ കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോ അതുകൊണ്ട് തന്നെ ഇതാണ് ഈ ഡെമോ ഓൺ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിലെന്തെങ്കിലും ഡൗട്ട് വരാനുള്ള ഒരു കാര്യമല്ല. അടുത്ത വേറൊരു ക്ലാസ്സിൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള വേറെ പല ക്ലാസ്സുകളുണ്ട്, അതിൽ ട്രാൻസിസ്റ്ററിന്റെ ആക്ഷനെ കുറിച്ചിട്ട് നമ്മൾ ഒരു വിശദമായിട്ട് ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും. മനസ്സിലാവാത്തവർക്ക് ഇത് വലിയ മനസ്സിലായി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്.